أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا. صدق الله العلي العظيم. അഭിവന്ദ്യരായ സയ്യിദുൽ ഉമ്മ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അസ്ലം തങ്ങൾ, സയ്യിദ് ഗാലിബ് തങ്ങൾ അടങ്ങിയ സാദാത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സമസ്ത കേന്ദ്ര മുശാവറ അംഗവുമായ നമ്മുടെ ബഹുമാന്യനായ മാണിയൂർ ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ ട്രഷറർ മൗലാന KKP അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ ഉലമാക്കളെ, പ്രിയപ്പെട്ട സംഘടനാ സഹപ്രവർത്തകരെ, സ്നേഹബഹുമാനമുള്ള ഉമറാക്കളായ പ്ലാത്തൂർ അബൂബക്കർ ഹാജി തുടങ്ങിയ നേതാക്കളെ, പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, വളരെ മുബാറക്കും വളരെ കാലിക പ്രസക്തവുമായ ഒരു ചടങ്ങിലാണ് നാം ഇവിടെ സാക്ഷിയായിരിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്ന ഒരു ഖാലി ആരോഹണമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ വിവിധ പ്രവിശ്യകളിലേക്ക് ഖാദിമാരെ നിശ്ചയിക്കുകയും അവർക്ക് ഉത്തരവാദിത്തം വീതിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം സ്വീകരിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച മഹത്തുക്കളാണ് കേരള മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നടപ്പിലാക്കിയിരുന്ന ഓരോ പ്രക്രിയകളും ഇവിടെ അതിൻ്റെ ഒറിജിനാലിറ്റിയോടുകൂടി കേരളത്തിൽ നടത്തി വന്നിരിക്കുന്ന കാലഘട്ടം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. കേരളത്തിൽ ബഹുമാനപ്പെട്ട സഹാബത്ത് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണവുമായി വന്നപ്പോൾ അവരിവിടെ ആദ്യം നിർവഹിച്ചിരിക്കുന്നത് വിവിധ പ്രദേശങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയും അവിടങ്ങളിലൊക്കെ മഹല്ല് സംവിധാനിക്കുകയും ആ മഹല്ലുകളിലൊക്കെ ഖാദിയെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളതാണെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പാരമ്പര്യം ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വിവിധ മഹല്ലുകളെ ഖാദിമാരെ നിശ്ചയിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പരമ്പരാഗതമായി സ്വീകരിച്ചു പോരുന്ന ഒരു ഇസ്ലാമിക ആചാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല യോഗ്യരായ ആളുകളെ നിശ്ചയിച്ചു തരികയും ആ ആളുകൾക്ക് നാം നമ്മുടെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ആ ഉത്തരവാദിത്ത നിർവഹണം കൃത്യമായി അവർ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കണ്ണൂർ ജില്ലാ സംയുക്ത മുസ്ലിം ജമാഅത്തിൻ്റെ ഖാലിയായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബൈഅത്ത് ചെയ്യുകയും 300 ചില്ലാനം മഹല്ലുകളുടെ ഖാലി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാനും മഹല്ലുകൾ ഈ സന്ദർഭത്തിൽ ഇവിടെ വെച്ച് ബൈഅത്ത് ചെയ്യുകയാണ്. തളിപ്പറമ്പ് എന്ന പ്രധാനപ്പെട്ട പ്രദേശത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെ ഖാലിയായി നിശ്ചയിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഈ മഹല്ല് കൂട്ടായ്മയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ തികച്ചും പര്യാപ്തമാണ് എന്ന് മാത്രമല്ല,
അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത്തരം മഹത്തുക്കൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ ഉമ്മത്തിന്റെ ഇമാമാവാൻ, ഈ ഉമ്മത്തിന്റെ നേതൃത്വം നൽകാൻ അല്ലാഹു നിശ്ചയിച്ച മഹത്തുക്കളാണ് സാദാത്യങ്ങൾ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംവിധാനമല്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹിസ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ആ കടമ ആ കാര്യം അല്ലാഹു നടപ്പിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത് ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയ്യതി ഖാല ലാ യനാലു അഹദിൽ ളാലിമീൻ. ഇബ്രാഹിം നബി അലിഹിസ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിവിധ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ആ പരീക്ഷണങ്ങളിലെല്ലാം അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലിഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് ഇമാമാക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് ഇമാമാക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഖാല വമിൻ ദുർരിയ്യതി, എന്നെ മാത്രം ഇമാമാക്കി അവസാനിപ്പിക്കരുത്, എന്റെ സന്താന സന്തതികളിലും ആ ഒരു നേതൃ പദവി നീ കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുകയും ആ സ്വീകാര്യത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഒരുപക്ഷേ നാം കാണുന്ന സാദാത്യങ്ങളായ മഹാന്മാർ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് ഈ മഹത്തുക്കൾ. ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം ഈ ലോകത്ത് വന്നിരിക്കുന്ന നേതാക്കളെല്ലാം ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാമിന്റെ ദുർരിയത്തിൽപ്പെട്ടതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാമിന്റെ ദുർരിയത്താണ്. ശേഷം ലോകത്ത് വന്നിരിക്കുന്ന മഹത്തുക്കളായ നേതാക്കന്മാരെയും ഔലിയാക്കളെയും ആരിഫീങ്ങളെയും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ദുർരിയത്തിലുള്ളവരാണ്. ആ ഒരു ദുർരിയത്താണ് ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ. ആ സാദാത്യങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ടവരാണ്. പാണക്കാട് സാദാത്യങ്ങൾ. പാണക്കാട് സാദാത്യങ്ങൾ ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ തികച്ചും പര്യാപ്തമായവരാണ് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമായതാണ്. അതൊരു പരമ്പരാഗതമായ ആ ഒരു നേതൃ പദവിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിലേക്കും എത്തിയിരിക്കുന്നത്. ആ ഒരു മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാൻ, അഥവാ ഈ സമുദായത്തിന്റെ ഖാലിയാവാൻ നമുക്ക് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത് തന്നിരിക്കുകയാണ്. ആ മഹാനവറുകളുടെ ഖാലി ബൈഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ഈ മഹത്തായ പരിപാടി വിജയപ്രദമാക്കുവാൻ മുന്നോട്ട് വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പ്രത്യേകം മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇനി അങ്ങോട്ട് ബഹുമാനപ്പെട്ട ഖാലി, അതാണ് നമ്മുടെ പരമാധികാരി. ആ പരമാധികാരി നമ്മോട് ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർണ്ണമായി സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ കടമയും കർത്തവ്യവും. സത്യവിശ്വാസികളുടെ അജണ്ട അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. സത്യവിശ്വാസികളോട് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഇങ്ങനെയാണ് പറയുന്നത് എന്ന് അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസികളുടെ കടമ സമിഅന, ഞങ്ങൾ ആ വിധി കേൾക്കുന്നു, വഅതഅന, ആ വിധിയെ ഞങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നു
എന്ന മറുപടി മാത്രമേ സത്യവിശ്വാസികളിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ മഹല്ലുകൾ നടക്കുന്ന നിക്കാഹ്, നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുന്ന ത്വലാഖ്, നമ്മുടെ മഹല്ലിൽ ഉണ്ടാകുന്ന മറ്റ് വിവിധ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെല്ലാം തീർപ്പ് കൽപ്പിക്കുവാനും അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനുമാണ് ബഹുമാനപ്പെട്ട ഖാളിയെ നാം നിശ്ചയിക്കുന്നത്. ആ ഖാളിയുടെ ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഭാഗമായി ഓരോ വിഷയത്തെ സംബന്ധിച്ചും ശരീഅത്തുൽ ഇസ്ലാം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി കേൾക്കുകയും അത് പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ അതിലൂടെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അതിന്റെ ശരീഅത്തനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഖാളിയുടെ നിർദ്ദേശം, അദ്ദേഹമാണ് നമ്മുടെ ദീനിലുള്ള പരമാധികാരി, ആ പരമാധികാരിയുടെ നിർദ്ദേശം സർവാത്മന സ്വീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം സന്നദ്ധമാവണം. അതിനുള്ള ഒരു മഹത്തായ സംവിധാനമാണ് ഈ ഖാളിയും ഖാളിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മറ്റ് കാര്യങ്ങളും. ഇതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ധാർമ്മിക ച്യുതിയെല്ലാം മാറ്റിക്കൊണ്ട് ഒരു വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ സംസ്കാരം ഇവിടെ പടുത്തുയർത്തുവാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് ഈ കൂട്ടായ്മയിലൂടെ സാധിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി